വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ കോടതി വെറുതെ വിട്ട അർജുൻ ഇന്ന് കട്ടപ്പന കോടതിയിൽ ഹാജരായി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. അർജുനോട് നാടുവിട്ടു പോകരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അർജുനെ നേരത്തെ വിചാരണ കോടതിയാണ് കുറ്റവിമുക്തനാക്കിയിരുന്നത്. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. തുടർന്ന് 10 ദിവസത്തിനകം കട്ടപ്പനയിലെ പോക്സോ കോടതിയിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. 50,000 രൂപയുടെ ബോണ്ടും 2 പേരുടെ ആൾജാമ്യവും ഹാജരാക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത്. കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല. ആ വിവരം ഈ കക്ഷികളെ അറിയിക്കണ്ടേ, അല്ലെങ്കിൽ സീനിയറായ എന്നെ അറിയിക്കണ്ടേ? അറിയിച്ചില്ല. ഈ കേസ് ഈ 1.5 വർഷത്തോടെ കയറി ഇറങ്ങി നടന്നത് ഞാനാണ് വിസ്തരിച്ചത്. അന്ന് വിധി പറഞ്ഞപ്പോൾ മാത്രമായാലും എനിക്ക് ഒരാൾക്കാത്തോണ്ട് ഞാൻ ജൂനിയർ വിട്ടു. അതിനുശേഷം ആരും എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല. കാര്യങ്ങൾ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇത്ര നിരപരാധി ഒരു കേസായിരുന്നു നമ്മൾ കൊല്ലത്തുനിന്ന് ഈ കേസ് നടത്തിയത്. ഇപ്പോൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ ഹൈക്കോടതി 3 അവധിക്കായിട്ട് അണ്ടർടേക്കിംഗ് കൊടുക്കാൻ പറഞ്ഞു. അവരും കക്ഷികളെ അറിയിക്കണ്ടേ? കക്ഷികളെ അറിയിച്ചില്ല. ഉടൻ വിളിച്ച് പറഞ്ഞു വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ട് അവർ പോയില്ല. അവസാനം കോടതി പറഞ്ഞൊരു കാര്യം ചെയ്യും, അണ്ടർടേക്കിംഗ് കൊടുക്കാത്ത ആളല്ലേ ലോവർ കോടതി വന്ന് ജാമ്യം എഴുതി വെച്ചാൽ ഒരു ഉറപ്പിന് വേണ്ടി, അല്ലാതെ ഒരു വിധിക്കാതെ ഒന്നും സംഭവിച്ചതല്ല. അപ്പം സ്റ്റേറ്റ് അപ്പീൽ കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രതി കടന്നു കളഞ്ഞാലോ ഇല്ലെങ്കിൽ അപ്പീൽ കോടതിയിലെ വിധി തിരിച്ചു വന്നാൽ ഈ പ്രതി കിട്ടാതിരുന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇങ്ങനൊരു അണ്ടർടേക്ക് കൊടുക്കാൻ പറഞ്ഞത്. അവിടെ അണ്ടർടേക്ക് കൊടുക്കാൻ പറഞ്ഞു ഹൈക്കോടതിയിൽ. അവിടെ കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ വരണ്ടായിരുന്നു. അവിടെ കൊടുക്കാതിരുന്നുകൊണ്ട് ആ ഏൽപ്പിച്ച വക്കീൽ അത് ചെയ്യാതിരുന്നുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ജാമ്യം എഴുതി വെക്കേണ്ടി വന്നു. പറഞ്ഞില്ല, ഒരു 50,000 രൂപ ബോണ്ട് എഴുതി വെക്കുക. അതല്ല അപ്പീലിന്റെ 50,000 രൂപയും 2 ആൾ ജാമ്യമാണ്. 50,000 രൂപ വീതമുള്ള 2 ആൾ ജാമ്യം വിദേശത്തേക്ക് കടക്കില്ലെന്ന് എഴുതി കൊടുക്കണോ? അതോ വിദേശത്ത് അതിൻ്റെ കണ്ടീഷൻ കോടതി വെക്കുന്നതാണ്. ഹൈക്കോടതി ഒന്നും പറഞ്ഞില്ല. ഇൻ കേസ് ഞാൻ ഹാജരായില്ലെങ്കിൽ, അതായത് പ്രതി ഹാജരായില്ലെങ്കിൽ അടുത്ത കണ്ടീഷനായിട്ടാണ് ഇയാൾ വിദേശത്ത് കടക്കത്തില്ല എന്നുള്ള ഉറപ്പും ഈ കോടതി മേടിക്കണം. ഈ ഉപഹർജിയിലാണോ ഈ ഹൈക്കോടതി ഉപഹർജി കുടുംബം ഇവൻ വിദേശത്തേക്ക് കിടക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഹൈക്കോടതിയിലെ അതായത് സ്റ്റേറ്റ് പറഞ്ഞു ഇദ്ദേഹം കടക്കാൻ സാധ്യതയുണ്ട്. അത് ചുമ്മാ എഴുതി കൊടുത്തു. സാധാരണഗതിയിൽ അതിനകത്ത് മറ്റുള്ള കേസല്ലെങ്കിലും ഒന്ന് സെൻസേഷനിലായതുകൊണ്ട് മാത്രം അവർ കടന്നു കളയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് പെറ്റീഷൻ എടുത്തപ്പോൾ ഹൈക്കോടതിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സ്വാഭാവികമായിട്ടും 2ാമത്തെ ഗതി പേര് പോത്തില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ അതവിടെ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഒന്നും പ്രശ്നം വരത്തില്ല. അല്ലാത്ത പക്ഷം പോലീസിന് അർജുനെ അറസ്റ്റ് ചെയ്യാമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. വിചാരണ കോടതിയുടെ അധികാരപരിധിക്ക് പുറത്തേക്ക് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അർജുൻ ഇന്ന് കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തത്. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.